ഗുഡ് മോർണിംഗ് ഗൈസ്. പതിവ് പോലെ 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് കഥയൊക്കെ വായിച്ച് 5:10 എഴുന്നേറ്റു. ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്താക്കി. ഇപ്പോൾ തലേദിവസം ചോറെടുത്ത് വെച്ച് ഊറ്റി പൊരിക്കാറില്ല കേട്ടോ, കാര്യം ഈ അരി പെട്ടെന്ന് തന്നെ അങ്ങ് വേവും. അതിനുശേഷം ഞാൻ വിഴുക്കിന് അരിയാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് വിഴുക്കിന് അരിയാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് വിഴുക്ക് തിങ്കളിന് പൊതുവേ ഇഷ്ടമല്ല. ചേട്ടന് തോരൻ ഐറ്റംസ് ഇഷ്ടമല്ല, വിഴുക്ക് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ വിഴുക്ക് വെച്ചു. അതിനുശേഷം ഇന്ന് പുട്ടാണ്. പുട്ടിന് ഇവിടെ എല്ലാവരും പഴം കൂട്ടി കഴിക്കും. ഈ പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും പോകുമല്ലോ, പക്ഷേ ചേട്ടൻ പുട്ട് പഴത്തിൻ്റെ കൂടെ കഴിക്കത്തില്ല. അതുകൊണ്ട് ചേട്ടന് വേണ്ടി മാത്രം ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോര് കറിക്കും പുട്ടിനും ചമ്മന്തിക്കും ഒക്കെ തേങ്ങ തിരുവി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഉള്ളിക്കറി ഞാൻ പിന്നെ അടുപ്പിലാക്കി. ഉള്ളിക്കറിയല്ല, കുറച്ച് ഉള്ളിയുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ രണ്ട് തക്കാളി ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കില്ല, അതുകൊണ്ട് തക്കാളി ഇടും. അപ്പോൾ ഒരു പുളിപ്പ് കാണുമല്ലോ, എളുപ്പപ്പണി. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ക്യാരറ്റ് വിഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ മോര് കറിക്ക് അരയ്ക്കാമെന്ന് വിചാരിച്ചു. മോര് കറിക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് തൈര് അതിൽ ഒഴിക്കുമെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. മുമ്പ് പച്ചവെള്ളം ഒഴിച്ചാണ് അരയ്ക്കുക, പക്ഷേ തൈര് ഒഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ട് തോന്നുന്നു. ഞാൻ അരയ്ക്കാൻ നിന്നതാണ്, പക്ഷേ ഇപ്പോൾ മുളവില്ലായിരുന്നു. പിന്നെ അമ്മ പോയി മുളക് പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അരപ്പ് നിർത്തിയിട്ട് ഞാൻ പുട്ട് നനയ്ക്കാനായിട്ട് നിന്നു. പൊൻകത്തറിൻ്റെ പുട്ടുപൊടിയാണ്. എനിക്ക് പൊതുവേ വെള്ളപ്പുട്ടാണ് ഇഷ്ടം, തിങ്കളിനും വെള്ളപ്പുട്ടാണ് ഇഷ്ടം. എനിക്ക് ഗോതമ്പ് പുട്ടിൻ്റെ മാവ് നനയ്ക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഇത് നനയ്ക്കാൻ പിന്നെ പാടില്ലല്ലോ. ഗ്ലാസ് വെള്ളം പുട്ടുപൊടി എല്ലാം കൂടെയൊക്കെ സെറ്റ് ചെയ്ത് നനയ്ക്കാൻ ഒട്ടുമേ പാടില്ല. ഈ ഗോതമ്പുട്ടും അരിപ്പുട്ടും ഒക്കെ എല്ലാത്തിനൂടെയും പോകുമല്ലേ. ചായ, പയർ, കടല, ചിക്കൻ, ബീഫ് എല്ലാത്തിനൂടെയും പോകും, പഞ്ചസാര. പക്ഷേ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ഇച്ചിരി പാടാണെന്നേ ഉള്ളൂ. ചേട്ടന് വേണ്ടി കുറച്ച് ഉള്ളിക്കറി മാത്രം ഉണ്ടായിക്കോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തിങ്കളന്ന് ചോറിന് കൊണ്ടുപോകുന്നത് ചമ്മന്തിയും വിഴുക്കും മോര് കറിയാണ്. തിങ്കളിന് ഏത്തപ്പഴം അവിച്ച പുട്ടാണ്. പിന്നെ സ്നാക്സ് ആയിട്ട് മുറുക്കാണ് കേട്ടോ. സോക്സ് ഇട്ട ശരിയായില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.